മിന്നും മിനുങ്ങി മിന്നാമിനുങ്ങി എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം. വെളിച്ചത്തിന്റെ അതിപ്രസരണത്തോടെ നമുക്ക് ചുറ്റും നിന്ന് അന്യം നിന്നുപോയ അതിന്റെ സജീവ സാന്നിധ്യത്തെ മിന്നാമിനുങ്ങുകളുടെ മണിയറ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് എഴുത്തുകാരൻ മനോജ് തെക്കേടത്ത് തന്റെ രാപർദീസ എന്ന നോവലിൽ. പല കാരണങ്ങളാൽ മരിച്ചുപോയവർക്കും പല കാരണങ്ങളാൽ മരിച്ചവരായി ജീവിക്കുന്നവർക്കുമുള്ള നോവലിന്റെ സമർപ്പണം അനുയോജ്യമായി തോന്നി. ഉപഭോഗ സംസ്കാരത്തിന്റെ കെണിയിൽപ്പെട്ടിരിക്കുന്ന ഇന്നിന്റെ സമൂഹത്തിന് ചില അപകടമണികൾ പത്രപ്രവർത്തകൻ കൂടിയായ എഴുത്തുകാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇതിലെ കഥാപാത്രങ്ങൾ മണ്ണിനടിയിലുള്ളവരാണ്. ആത്മാക്കൾക്ക് കാലത്തിനപ്പുറത്തേക്കും സഞ്ചരിക്കാനാവുമല്ലോ. അവരുടെ സംഭാഷണങ്ങളെ നർമ്മത്തിൽ പൊതിഞ്ഞും നിശിതമായ വിമർശനത്തിലൂടെയും ചിന്തിപ്പിക്കുന്ന തരത്തിൽ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എഴുത്തുകാരന്റെ ഭാവന അഭിനന്ദനാർഹമാണ്. ശക്തമായ 3 കഥാപാത്രങ്ങളിലൂടെ കഥ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ചിരിക്കൂട്ടുകളുമായി ഒത്തിരി സംഭാഷണങ്ങളും ഇതിൽ കാണാം. പാലായിൽ നിന്നും കുടുക്കച്ചിറയിൽ നിന്നും കുടിയേറിയ അച്ചായന്മാരുടെ ഇടവക കുരുമുളകിന്റെയും റബ്ബറിന്റെയും വില കൊണ്ട് അതിസമ്പന്നമായി മാറിയ കാലം. ഒരിക്കലും പള്ളിയിൽ വരാത്തവർ പോലും പുതിയ മാരുതി 800ഉം പ്രീമിയർ പത്മിനിയുമെല്ലാം പതിയെ ഓടിച്ചുകൊണ്ട് ഞായറാഴ്ച കുർബാനകളിൽ സജീവമായി. പള്ളി വിടുമ്പോൾ പുതുതായി ആ ആഴ്ചയിൽ വന്ന കാറുകളുടെ എണ്ണമെടുത്ത് വേദപാഠ കുട്ടികൾ കണ്ണുമിഴിച്ചു. മലിനീകൃതമായ ആത്മാവിനെ രൂപപ്പെടുത്തി വിമലീകരിക്കുന്ന ഒരു മനോഹര യാത്ര ഈ നോവലിന്റെ സവിശേഷതയാണ്. അതോടൊപ്പം ഇന്നിന്റെ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന നഗ്ന സത്യങ്ങളും പരാമർശിക്കപ്പെടുന്നുണ്ട്. കയ്യിലൊരു മൊബൈൽ ഫോണും ഒട്ടനവധി ആഹ്ലാദങ്ങളും നൽകി ഭാവി തലമുറയുടെ കണ്ണുകെട്ടുകയാണ്. ജീവനില്ലാത്ത മാംസപിണ്ഡങ്ങളുടെ ഭാവി തലമുറയെയാണ് ഇന്നത്തെ ജനാധിപത്യത്തിന്റെ ജന്മിമാർ വാർത്തെടുക്കുന്നത്. മത്സര പരീക്ഷയിൽ പൊരുതാൻ പോലുമുള്ള ആർജവം നൽകാതെ കുട്ടികളെ പരീക്ഷയിൽ ജയിപ്പിക്കുകയും ജീവിതത്തിൽ തോൽപ്പിക്കുകയും ചെയ്യുന്നു. മനക്കെട്ടിയില്ലാത്ത ഒരു തലമുറയെ ഷണ്ടന്മാരായി മാറ്റുന്നു. സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആണ് നാം ഓരോരുത്തരിലെയും നക്സൽ ഉണരേണ്ടത്. ആളെ വെട്ടിക്കൊല്ലുന്നവരോ തട്ടിക്കൊണ്ടുപോകുന്നവരോ കവർച്ച നടത്തുന്നവരോ അല്ല, മറിച്ച് മനുഷ്യപക്ഷത്തു നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണുന്നവരാണ് യഥാർത്ഥ നക്സലുകൾ. ഒഴുക്കുള്ള വായനയെ സമ്മാനിക്കുന്ന ഈ നോവലിൽ ലളിതമായും ചിരിക്കാനും ചിന്തിപ്പിക്കാനും അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രാപർദീസ എന്ന മനോഹരമായ നോവൽ നമുക്ക് സമ്മാനിക്കുന്നത് എഴുത്തുകാരൻ കൂടിയായ മനോജ് തെക്കേടത്താണ്. കോഴിക്കോട് മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്ററായി സേവനം ചെയ്യുന്നു. ജാനി നകുലൻ ജോസഫ്, മാലാഖമാരുടെ ആകാശങ്ങൾ, വീട് വരയ്ക്കുന്ന കുട്ടി, ലാപ്ടോപ്പിലെ ആകാശം എന്നിവയാണ് മറ്റു രചനകൾ. അതോടൊപ്പം പ്രിയ സുഹൃത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു.